പെരുന്നാൾ ദിനത്തിൽ അതിഥിയായി എത്തുകയാണ് വയലിനിസ്റ്റ് ഫായിസ് മുഹമ്മദ്. മീഡിയാവണിനൊപ്പം ചേരുകയാണ് ഫായിസ. സംഗീതത്തെ കൂടെ കൂട്ടി വലിയ ലക്ഷ്യത്തിലേക്കാണ് ഫായിസ് നീങ്ങുന്നത്. ഇനി ഫായിസിന്റെ വിശേഷം കാണാം. നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും പെരുന്നാൾ ആശംസകൾ നേരുന്നു. നമ്മോടൊപ്പം ഇന്ന് അതിഥിയായിട്ടുള്ളത് വയലിനിസ്റ്റായ ഫായിസ് മുഹമ്മദ് ആണ്. അദ്ദേഹത്തിന്റെ സംഗീത വിശേഷങ്ങളും പെരുന്നാൾ വിശേഷങ്ങളും നമുക്ക് അറിയേണ്ടതുണ്ട്. 25ഓളം രാജ്യങ്ങൾ ഇപ്പോൾ തന്നെ സംഗീതത്തിനൊപ്പം അദ്ദേഹം യാത്ര ചെയ്തു എന്നുള്ളതാണ്. 100ഓളം രാജ്യങ്ങൾ യാത്ര ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. സംഗീതത്തിനൊപ്പം ചേർത്തുകൊണ്ടാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. നമസ്കാരം, ബലിപെരുന്നാൾ ആശംസകൾ നേരുന്നു. ആദ്യമേ വീഡിയോ വേണ്ട എല്ലാ പ്രേക്ഷകർക്കും ബലിപെരുന്നാൾ ആശംസകൾ. ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരു സാധാരണ രീതിയിലുള്ള ഒരു സെലിബ്രേഷൻ തന്നെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു മ്യൂസീഷ്യൻ ആയതിനു ശേഷം ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ എൻ്റെ വ്യൂവേഴ്സിന് ഒരു സ്പെഷ്യൽ ട്രീറ്റ് കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ റീലോ ഒരു വീഡിയോയോ ഒരു കവർ സോങ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതും കൂടി ഇപ്പോൾ ഒരു സ്പെഷ്യൽ ഒരു എഫേർട്ടായിട്ട് ഒന്നേക്കാണ്. നമുക്കറിയാം, പെരുന്നാളിന്റെ മുൻചെന്നും കൂടുന്നത് മാപ്പിളപ്പാട്ടിലൂടെയാണ്. പ്രേക്ഷകർക്കായിട്ട് തീർച്ചയായിട്ടും മാപ്പിളപ്പാട്ടിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ചൈൽഡ്ഹുഡ് മുതലേ ഞാൻ ആദ്യമായിട്ട് ഒരു സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യുന്നത് മാപ്പിളപ്പാട്ടാണ്. അത് പാടുകയായിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് പിന്നീട് എൻ്റെ സംഗീതയാത്ര തുടർന്നതും. പിന്നീട് ഒരുപാട് പേര് സ്കൂളായിക്കോട്ടെ കോളേജ് ആയിക്കോട്ടെ ഒരുപാട് പ്രോത്സാഹനങ്ങൾ കിട്ടി. കൂടുതൽ പ്രോത്സാഹനം വീട്ടിൽ നിന്നായിരുന്നു. കണ്ടാൽ കൊതി കൊണ്ട് കരള് തുടിക്കുന്ന കലമാൻ മിഴിയുള്ള കൈതപ്പൂ മണമുള്ള കണ്ണാടി കവിളത്ത് കാണുന്ന കസ്തൂരി വിറ്റതോ വിൽക്കുവാൻ വച്ചതോ ഏതാണീ രാജാത്തി. മനസ്സിൻ്റെ ഉള്ളിൽ നിന്നൊളിയുന്ന മാണിക്ക മണിമുത്ത് രാജാത്തി. മാനത്തുദിച്ചതോ മണ്ണിൽ മുളച്ചതോ ഏതാണീ രാജാത്തി, ഏതാണീ രാജാത്തി. എന്തായാലും പ്രേക്ഷകർക്ക് ആദ്യം തന്നെ നൽകിയ വിരുന്ന് ഉഷാറായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ 25 രാജ്യങ്ങളോളം ഇതുവരെ ആയിട്ട് സംഗീതത്തിനായിട്ട് യാത്ര ചെയ്തല്ലേ. എന്താണ് ഈ 100 രാജ്യങ്ങളിലേക്കുള്ള ലക്ഷ്യം? ചെറിയൊരു തിരുത്തുണ്ട്, 24 രാജ്യങ്ങളാണ്. 100 രാജ്യങ്ങളുടെ ഒരു ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാൻ അതിൻ്റെ ഒരു റിസർച്ചിലാണ്, അതിൻ്റെ ഒരു സ്റ്റഡീസിലാണ്. അപ്പോൾ എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 100 രാജ്യങ്ങളുടെ സംഗീതം കോർത്തിണക്കിക്കൊണ്ട് ഒരു മ്യൂസിക് കോൺസേർട്ട്, അതിൽ വിവിധ രാജ്യങ്ങളിലെ കലാകാരന്മാർ എന്നോട് വരെ പെർഫോം ചെയ്യും. ഇതാണ് എൻ്റെ പ്രധാന ലക്ഷ്യം. ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് അറ്റംപ്റ്റ് ആണ്. അതിലുപരി സമൂഹത്തിന് നല്ലൊരു സന്ദേശം കൊടുക്കുക. മ്യൂസിക് എന്നൊരു ന്യൂക്ലിയസിൽ ഈ പറഞ്ഞൊരു സൗഹൃദം കൊണ്ടുവന്ന് എന്താ പറയുക, അതിനെ സൗഹൃദം കൊണ്ടുവന്ന് സ്ഥാപിക്കുക. ഒപ്പം അതിന് ഞാൻ പേരിട്ടിരിക്കുന്നത് മ്യൂസിക് ഫോർ ഗ്ലോബൽ ഫ്രണ്ട്ഷിപ്പ് എന്നാണ്. ആഗോള സംഗീത സൗഹൃദ കൂട്ടായ്മ. അപ്പോൾ ഈ 24 രാജ്യങ്ങൾ യാത്ര ചെയ്തപ്പോൾ ഇവിടുത്തെ സംഗീതത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവിടെ എന്താണ് മാറ്റം കണ്ടത്? തീർച്ചയായിട്ടും ഓരോ രാജ്യങ്ങളിലും മ്യൂസിക് മാത്രമല്ല, അവരുടെ ജീവിത രീതി ആയിക്കോട്ടെ, പെരുമാറ്റ ശൈലി ആയിക്കോട്ടെ. ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് ട്രാവൽ ചെയ്തത്, അതുകൊണ്ട് തന്നെ കൂടുതൽ എനിക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റി. പിന്നെ ഓരോ രാജ്യങ്ങളിൽ ചെന്നപ്പോഴും അവിടുത്തെ സ്ട്രീറ്റ് മ്യൂസീഷ്യൻസായിട്ട് നമ്മളൊരു രാജ്യത്ത് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഒരു സിറ്റിയിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ഒരു കോർ മനസ്സിലാക്കണമെങ്കിൽ അവിടുത്തെ സ്ട്രീറ്റിൽ പോകണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പർപ്പസ്ഫുള്ളി സ്ട്രീറ്റുകളിൽ പോയിട്ട് വിസിറ്റ് ചെയ്തു, അവിടുത്തെ മ്യൂസീഷ്യൻസായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, ഒരുമിച്ച് പെർഫോം ചെയ്തു. അപ്പോൾ അതൊക്കെ വലിയൊരു എക്സ്പീരിയൻസ് ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായത് നമ്മുടെ നാട്ടിനൊക്കെ കൂടുതൽ കലയ്ക്കും അല്ലെങ്കിൽ കലാകാരന്മാർക്കും വലിയൊരു സ്വീകാര്യത അവിടെ ലഭിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഒപ്പം തന്നെ ഈ ആർട്ടിസ്റ്റുകളെ പരിചയപ്പെട്ടിട്ടുണ്ട്. അവരെ ദുബായിലേക്ക് എത്തിച്ച് ഈ കോൺസേർട്ടിൽ പങ്കെടുപ്പിക്കാനാണ് എൻ്റെ പ്രധാന ലക്ഷ്യം. അപ്പോൾ ഈ ഒരു പാഷനിൽ ഇങ്ങനെ യാത്ര ചെയ്ത് പോവാണ്. അപ്പോൾ ഇനി വളർന്നു വരുന്ന തലമുറയോട്, തുടർന്ന് വരുന്ന ഈ ഒരു തലമുറയോട് എന്താ പറയാനുള്ളത്? ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയാം, ഒരു മ്യൂസീഷ്യൻ ആവുക അല്ലെങ്കിൽ ഒരു പൊസിഷനിൽ എത്തുക എന്നുള്ളത് മേ ബി ടഫാണ്. എന്നാൽ പോലും എത്തിക്കഴിഞ്ഞാൽ അത് മെയിൻറ്റെയിൻ ചെയ്യാനാണ് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. ഒപ്പം തന്നെ ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റീവ് മൈൻഡിൽ പോകുന്ന ആൾക്കാർക്ക് മെൻ്റൽ
പീസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്ക് നമ്മുടെ ഫാമിലി സപ്പോർട്ടാവാം, നമ്മുടെ ഫ്രണ്ട്സ് സപ്പോർട്ടാവാം. അപ്പോൾ ഇനി വളർന്നു വരുന്ന എല്ലാ കലാകാരന്മാരോടും അല്ലെങ്കിൽ അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന, അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോട് പറയാനുള്ളത്, അവർക്ക് മെൻ്റൽ പീസ് കൊടുക്കുക, മാനസികമായിട്ടുള്ള സമാധാനം കൊടുക്കുക, അല്ലെങ്കിൽ ആ ഒരു തരത്തിലുള്ളൊരു കെയർ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. വോക്കലിനേക്കാൾ കൂടുതൽ വയലിനിലാണ് തീർച്ചയായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് തീർച്ചയായിട്ടും അപ്പോൾ നമ്മൾ വോക്കലിലും വയലിലും മാപ്പിളപ്പാട്ട് കേട്ട് കഴിഞ്ഞു. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു മ്യൂസിക് ഡയറക്ടർ ആരാണ്? തീർച്ചയായിട്ടും റഹ്മാൻ സാർ തന്നെയാണ്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് സാറിൻ്റെ ഒരു സോങ്. സംഗീതം കൊണ്ട് നമ്മുടെയും പ്രേക്ഷകരെയും ഒക്കെ ഈ ദിവസം ധന്യമാക്കിയതിന് ഒരുപാട് നന്ദി. ഇനിയും പ്രേക്ഷകരിലേക്ക്, മീഡിയ വണ്ട് പ്രേക്ഷകരിലേക്ക് ഈ സംഗീതം എത്തണമെന്ന് തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഒപ്പം ചേരുമല്ലേ? തീർച്ചയായിട്ടും ഒപ്പം ഈ ഒരു അവസരത്തിൽ വരാൻ കഴിഞ്ഞതിലും എന്നെ ഇൻവൈറ്റ് ചെയ്തതിലും മീഡിയ വണ്ണിനോട് പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. അപ്പം എല്ലാ മീഡിയ വൺ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നല്ല പെരുന്നാൾ ആശംസിക്കുന്നു. അപ്പോൾ നമ്മോടൊപ്പം ഈ ഒരു സമയം ചെലവഴിച്ചതിന് ഫായിസ് മുഹമ്മദിന് ഒരുപാട് നന്ദി ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഇനിയും ഉയരങ്ങളിലേക്ക് എൻ്റെ ആഗ്രഹം സ്വപ്നം പോലെ നേടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും പെരുന്നാൾ ആശംസകൾ. അങ്ങനെ വയലിനിസ്റ്റ് ഫായിസ് മുഹമ്മദിന്റെ പെരുന്നാൾ വിശേഷങ്ങളും സംഗീത വിശേഷങ്ങളും ഒക്കെയാണ് നമ്മൾ കണ്ടത്.